നർമ്മകഥ. ലോനപ്പന്റെ പരാതി. സന്ധ്യനേരം എങ്ങും ചീവീടുകളുടെ ചെവി തുളച്ച് കയറുന്ന കരച്ചിൽ കേൾക്കാം. ആകാശത്തിൽ ഇരുളിമ വീണു തുടങ്ങി. പറവകൾ കൂട്ടിൽ ചേക്കേറാനുള്ള വ്യഗ്രതയിൽ ആകാശത്തൂടെ ചീറി പാഞ്ഞു പറക്കുകയാണ്. പള്ളിയുടെ വടക്കേ ചെരുവിലുള്ള ശ്മശാനത്തിലാണ് കുരിശുമൂട്ടിൽ കുടുംബക്കാരെ അടക്കിയിരിക്കുന്നത്. നാട്ടിലെ പ്രമാണിമാർ ആയിരുന്നു കുരിശുമൂട്ടിൽ കുടുംബം. ശ്മശാനത്തിന്റെ കിഴക്ക് വശത്തെ റോഡിലൂടെ സന്ധ്യ കഴിഞ്ഞാൽ നടക്കാൻ ആളുകൾക്ക് പേടിയാണ്. ആത്മാക്കളുടെ സഞ്ചാര സമയമാണ് സന്ധ്യ കഴിഞ്ഞെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അതായിരുന്നു സത്യവും. സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടി വീണ് കഴിഞ്ഞാൽ പകലുകളിൽ നിശബ്ദമായി സ്വന്തം കല്ലറയിൽ ഉറങ്ങുന്ന ആത്മാക്കളായ അരൂപികൾ ഉണർന്നെഴുന്നേൽക്കും. കല്ലറയിൽ നിന്നും പുറത്തിറങ്ങും. പിന്നെ പാട്ടായി, നൃത്തമായി, ചർച്ചകളായി. പിറ്റേന്ന് നേരം പുലർച്ചെ വരെ അവരുടെ സമയമാണ്. പുലർച്ചെ ആകാശത്തിൽ വെള്ള കീറി തുടങ്ങിയാൽ എല്ലാവരും പഴയതുപോലെ കല്ലറയിൽ സ്വന്തം പെട്ടിയിൽ കയറി കിടന്ന് സുഖമായി ഉറക്കം തുടങ്ങും. കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മരിക്കുമ്പോൾ കല്ലറയിൽ കിടക്കുന്ന ആത്മാവിന് മാത്രം കേൾക്കാനായി പള്ളിമണി മുഴങ്ങാറുണ്ട്. ഒരു സന്ധ്യാനേരം കുരിശുമൂട്ടിൽ ലോനപ്പൻ, 55 വയസ്സ്, കല്ലറയിൽ നിന്നും പുറത്തേക്ക് വന്ന് മറ്റാത്മാക്കളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പള്ളിമണി മുഴങ്ങിക്കേട്ടു. ലോനപ്പന് മാത്രം. ഉടനെ ലോനപ്പൻ, എടാ ദാവീദേ, നിനക്ക് പള്ളിമണി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദാവീദ്, ഇല്ലടാ ലോന, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ലോനപ്പൻ, എടാ പത്രോ, നീ കേട്ടോ പള്ളിമണി? പത്രം, ഇല്ലടാ ലോന, ഞാനെങ്ങും കേട്ടില്ല മണി. ദാവീദ്, എടാ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും നമുക്കരികിലേക്ക് വരുന്നുണ്ടാവും, അതാവും മണി നിനക്ക് മാത്രം കേട്ടത്. ലോനപ്പൻ, കർത്താവേ, ആരെ കൊണ്ടുവന്നാലും കാന്താരി മറിയെ മാത്രം കൊണ്ടുവരരുതേ. ദാവീദും പത്രവും ഒരുമിച്ച് കോറസായി. അതെന്നടാ അങ്ങനെ ഒരു പ്രാർത്ഥന? അവനെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ലോനപ്പൻ പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോഴോ സ്വസ്ഥത തരാത്ത എന്റെ കെട്ടിയോളാ അവൾ. ഇവിടെ വന്ന് എനിക്ക് ഇവിടെയും സമാധാനം പോകുമല്ലോ എന്റെ കർത്താവേ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ പൊന്നു കർത്താവേ. ലോനപ്പന്റെ പരാതി കേട്ട് കർത്താവ് പോലും ചിരിച്ചുപോയി. രചന ലക്ഷ്മി ശങ്കർ.